മുഅല്ലിമ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8-ാം നൂറ്റാണ്ടിൽ ഇറാഖിലെ ബസ്രയിൽ ജീവിച്ചിരുന്ന റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ എന്ന വിശുദ്ധയുടെ അസാധാരണമായ ജീവിതത്തിൻ്റെയും അത്യപൂർവമായ ഈശ്വരപ്രേമത്തിൻ്റെയും കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇസ്ലാമിലെ സൂഫിസം എന്ന ചിന്താധാരയിൽ പ്രകീർത്തിക്കപ്പെടുന്ന റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ആദ്യ സൂഫി വനിതയായി കണക്കാക്കപ്പെടുന്നു. അള്ളാഹുവിനോടുള്ള തൻ്റെ ഭക്തി മറ്റെല്ലാത്തിനേക്കാളും വലുതായി കണക്കാക്കിയ ബീവി റാബിയയുടെ ജീവിതകഥ എല്ലാ ഈശ്വര വിശ്വാസികളുടെയും ആത്മീയ ജീവിതത്തിനു പ്രചോദനമേകും എന്നതിൽ സംശയമില്ല. എങ്ങനെയാണ് അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത് എന്നും എങ്ങനെയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് എന്നും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ വീഡിയോ അവസാനം വരെ കാണുക. അള്ളാഹുവിലേക്കുള്ള വഴിയിൽ ഒന്നിച്ചു നീങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ മുഅല്ലിമ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. കഥ തുടങ്ങാം. സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയ ഒരു സായാഹ്നത്തിൽ ഒരു വൃദ്ധ തെരുവിലെ ചപ്പുചവറുകൾക്കിടയിൽ എന്തോ തിരയുകയായിരുന്നു. കുറേ നേരം തിരച്ചിൽ തുടർന്നപ്പോൾ അതു കണ്ടുനിന്നവർ അടുത്തുകൂടി. "എന്താണ് നിങ്ങൾ തിരയുന്നത്?" അവർ ചോദിച്ചു. "എൻ്റെ സൂചി നഷ്ടപ്പെട്ടു, അതു തിരയാൻ ദയവായി എന്നെ സഹായിക്കൂ." എല്ലാവരും കൂടി സൂചി തിരയാൻ തുടങ്ങി. കുറേ നേരം തിരഞ്ഞിട്ടും കിട്ടാതെ വന്നപ്പോൾ കൃത്യമായി എവിടെയാണ് സൂചി വീണു പോയത് എന്ന് ഒരാൾ ചോദിച്ചു. "എൻ്റെ വീടിനുള്ളിലാണ് സൂചി പോയത്" എന്നായിരുന്നു വൃദ്ധയുടെ മറുപടി. "അവിടെ ഇരുട്ടാണെന്നും വെളിച്ചമുള്ളതുകൊണ്ടാണ് ഇവിടെ തിരയുന്നത് എന്നും അവർ പറഞ്ഞു. വൃദ്ധയുടെ ബുദ്ധിശൂന്യതയെ പരിഹസിച്ചു എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. "സൂചി നഷ്ടപ്പെട്ട സ്ഥലത്തല്ലേ അത് തിരയേണ്ടത്?" എന്ന് ഒരാൾ ചോദിച്ചു. വൃദ്ധ ഉടനെ പറഞ്ഞു, "നിങ്ങൾ ബുദ്ധിമാനാണെന്നു തോന്നുന്നു, പക്ഷേ നിങ്ങൾ ചെയ്യുന്നതും ഇതുതന്നെയല്ലേ? നിങ്ങൾ അള്ളാഹുവിനെ തിരയുന്നത് പള്ളികളിലും പുണ്യസ്ഥലങ്ങളിലും മാത്രമല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ തിരയാത്തത്? യഥാർത്ഥത്തിൽ അവിടെയല്ലേ നിങ്ങൾക്ക് അള്ളാഹുവിനെ നഷ്ടമായത്?" ഈ കഥ ചെറിയ മാറ്റങ്ങളോടെയും അല്ലാതെയും നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ കഥയിലെ വൃദ്ധ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കഥയിലെ നായികയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ആണ്. ഏതാണ്ട് 80 വയസ്സുവരെ ജീവിച്ച റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ഒരിക്കലും വിവാഹിതയായില്ല. "അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല, മറ്റാരെയും എനിക്കു വേണ്ട, മറ്റൊന്നും എനിക്കു വേണ്ട" ഇതായിരുന്നു ബീവിയുടെ ചിന്ത. ഇറാഖിലെ വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിൽ മാതാപിതാക്കളുടെ 4 പെൺമക്കളിൽ ഇളയവളായാണ് റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ജനിച്ചത്. അള്ളാഹുവിന് പ്രിയപ്പെട്ടവളായി ബീവി വളർന്നു വന്നു. ബീവിയുടെ അസാധാരണമായ ഭക്തി എല്ലാവരെയും അതിശയിപ്പിച്ചു. എന്നാൽ അക്കാലത്ത് ബസ്രയിലുണ്ടായ കൊടും ക്ഷാമം അവരുടെ ജീവിതം മാറ്റിമറിച്ചു. മാതാപിതാക്കളുടെ മരണത്തോടെ അനാഥരായി തീർന്ന 4 സഹോദരിമാരും. ക്ഷാമകാലത്ത് ബസ്രയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു അവർ. ഒരു യാത്രാസംഘത്തിനൊപ്പം നീങ്ങവേ ഒരു കൊള്ളസംഘത്തിൻ്റെ ആക്രമണം ഉണ്ടായി. അവർ ബീവിയെ തടവുകാരിയാക്കി. പിന്നീട് കൊള്ളസംഘത്തലവൻ ബീവിയെ ഒരു ധനവാനായ മുതലാളിക്ക് അടിമയായി വിറ്റു. യജമാനൻ്റെ വീട്ടിൽ അതികഠിനമായ ജോലികൾ ചെയ്യാൻ ബീവി നിർബന്ധിതയായി. പകൽ സമയത്ത് കഠിന ജോലികൾ ചെയ്യേണ്ടിയിരുന്നുവെങ്കിലും രാത്രിയിൽ വളരെ കുറച്ചു സമയം മാത്രമേ ബീവി വിശ്രമിച്ചിരുന്നുള്ളൂ. ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി രാത്രികാലങ്ങളെ ബീവി ഉപയോഗിച്ചു. ഒരു ദിവസം രാത്രിയിൽ ബീവിയുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് യജമാനൻ ബീവിയുടെ താമസ സ്ഥലത്തേക്കു ചെന്നു. അസാധാരണമായ ഒരു ദിവ്യപ്രകാശം ആ മുറിയിൽ ബീവിക്കു ചുറ്റും നിറഞ്ഞിരിക്കുന്നത് കണ്ട് യജമാനൻ അത്ഭുതപ്പെട്ടു. ബീവി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതും യജമാനൻ കേട്ടു. "പരമകാരുണ്യവാനായ അള്ളാഹുവേ, എൻ്റെ കണ്ണുകളുടെ ആനന്ദമേ, അവിടുത്തെ അനുസരിക്കുവാനും ഹൃദയപൂർവ്വം സേവിക്കുവാനും ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ. ഞാൻ സ്വതന്ത്രയായിരുന്നുവെങ്കിൽ മുഴുവൻ സമയവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ അങ്ങ് എന്നെ ഒരു മനുഷ്യജീവിയുടെ തടവിലാക്കിയിരിക്കുന്നു. ഈ അവസ്ഥയിൽ എനിക്ക് എന്തു ചെയ്യുവാൻ സാധിക്കും?" ബീവിയുടെ ഈ പ്രാർത്ഥന കേട്ട യജമാനന് കുറ്റബോധത്താൽ നീറി. കുറ്റബോധത്താൽ നീറിയ യജമാനൻ ബീവിയെ അപ്പോൾ തന്നെ മോചിപ്പിച്ചു. തൻ്റെ വീട്ടിൽ സുഖസമൃദ്ധിയോടെ ജീവിച്ച് പ്രാർത്ഥനകൾ നടത്താൻ
യജമാനൻ ബീവിയോട് അഭ്യർത്ഥിച്ചു. എന്നാൽ മറ്റെവിടെയെങ്കിലും പോയി ഏകാന്ത പ്രാർത്ഥനയിൽ മുഴുകുവാനായിരുന്നു ബീവി തീരുമാനിച്ചത്. പിന്നീടുള്ള കാലം മരുഭൂമിയിൽ ഏകാന്ത ജീവിതം നയിച്ച ബീവി ജീവിതകാലം അത്രയും നിസ്വാർത്ഥമായ ദൈവസ്നേഹത്തിലും ആത്മപരിത്യാഗത്തിലും ഉറച്ചുനിന്നു. തൻ്റേതെന്നു പറയാൻ പൊട്ടിയ ഒരു മൺപാത്രവും കിടക്കാൻ ഒരു പരുക്കൻ പായയും മാത്രമാണ് ബീവിക്കുണ്ടായിരുന്നത്. ഒരു ഇഷ്ടിക കഷ്ണമാണ് ബീവി തലയിണയായി ഉപയോഗിച്ചിരുന്നത്. നരകം പേടിച്ചോ സ്വർഗം ആഗ്രഹിച്ചോ അല്ലാതെ നിസ്വാർത്ഥമായി അള്ളാഹുവിൻ്റെ സ്നേഹം കൊതിച്ചുകൊണ്ട് മാത്രമാണ് ബീവി ജീവിച്ചത്. ബീവി പ്രാർത്ഥിച്ചിരുന്നത് ഇങ്ങനെയാണ്: നരകഭയം കൊണ്ടാണ് ഞാൻ അങ്ങയെ ആരാധിക്കുന്നതെങ്കിൽ എന്നെ നരകത്തിലെ എരിത്തിയിലേക്കു തന്നെ അയക്കുക. സ്വർഗത്തിലെ പർദീസയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നെ പർദീസക്കു പുറത്തു നിർത്തുക. എന്നാൽ അവിടുത്തേക്ക് മാത്രമാണ് ഞാൻ അങ്ങയെ ആരാധിക്കുന്നതെങ്കിൽ അങ്ങയുടെ ശാശ്വത സൗന്ദര്യം എന്നിൽ നിന്നും മറച്ചു പിടിക്കാതിരിക്കണമേ. അള്ളാഹുവിനോടുള്ള പ്രേമത്തെക്കുറിച്ചുള്ള ബീവിയുടെ മറ്റൊരു കഥ കൂടി പറയാം. ഒരിക്കൽ ബീവി ബസ്രയിലെ തെരുവിലൂടെ ഒരു കയ്യിൽ ഒരു തൊട്ടി വെള്ളവും മറ്റേ കയ്യിൽ ഒരു തീപ്പന്തവും പിടിച്ചുകൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ ഓടി. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചവരോട് ബീവി പറഞ്ഞു: എനിക്ക് സ്വർഗത്തിന് തീ വെക്കണം, നരകത്തെ വെള്ളത്തിൽ മുക്കുകയും വേണം. കാരണം അള്ളാഹുവിലേക്കുള്ള വഴിയിൽ ഇവ രണ്ടും വിലങ്ങുതടികളാണ്. ശിക്ഷയെ ഭയന്നോ സമ്മാനം മോഹിച്ചോ ഉള്ള ദൈവാരാധനയെ ബീവി ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഞാൻ അള്ളാഹുവിൽ നിന്നാണ് വന്നത്, എനിക്ക് അവിടേക്ക് തന്നെയാണ് മടങ്ങേണ്ടതും ബീവി ഇങ്ങനെ എപ്പോഴും പറയുമായിരുന്നു. നമുക്കും അള്ളാഹുവിലേക്ക് നിഷ്കളങ്കമായ ഭക്തിയോടെ നീങ്ങാം. പ്രതിഫലമായി ഒന്നും പ്രതീക്ഷിക്കാതെ അള്ളാഹുവിനെ സ്നേഹിക്കാം. എല്ലാവർക്കും നല്ലതു പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു.